അങ്ങനെ ഗില്ലിന് കീഴിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് മത്സരം ഇംഗ്ലണ്ടിനെതിരെ തോറ്റിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു മത്സരം ജയിക്കുമെന്ന് എവിടെയൊക്കെയോ തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മത്സരം ഇംഗ്ലണ്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഒരുപാട് ഭാഗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് ബോളിംഗ് സൈഡിലെയും അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് സൈഡിലെയും മിസ്റ്റേക്കുകൾ. ആദ്യം പറയേണ്ടത് ഫീൽഡിംഗ് സൈഡിലെ മിസ്റ്റേക്കുകൾ തന്നെയാണ്. ഒരുപക്ഷേ ഈ ഒരു മത്സരം ജയിക്കാൻ കാരണമായേക്കാമായിരുന്ന ക്യാച്ചുകൾ വിട്ടുകളഞ്ഞത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഫീൽഡിംഗ് കോച്ചിനെ എടുത്ത് കാണിക്കുന്നുമുണ്ടായിരുന്നു. അത് വലിയ തിരിച്ചടി തന്നെയാണായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ ഇടയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശം ഫീൽഡിംഗ് കണ്ടിട്ടില്ല. അതിന് ഉത്തരം കൊടുക്കേണ്ടി വന്നത് ഒരു തോൽവിയുടെയാണെന്ന് മാത്രം. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സെഞ്ചുറികൾ ഉണ്ടായ ഒരു മാച്ചാണിത്. അവിടെ ഇന്ത്യക്ക് മത്സരം ജയിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കേടാണ്. ആൻഡ് ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി സൈഡിൽ ഒരുപാട് സ്ഥലത്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് പക്ഷേ ആദ്യത്തെ മത്സരം ആയതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ എനിക്ക് എടുത്ത് പറയാൻ ആഗ്രഹമില്ല. കാരണം ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഈ ഒരു മത്സരം കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരാളല്ല ഗില്ല് എന്ന് പറയുന്നത്. ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി ഉൾപ്പെടെ ഉണ്ടായിരുന്ന താരമാണ്. പക്ഷേ ക്യാപ്റ്റൻസി സൈഡിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. കാരണം ജഡേജ നോക്കിക്കഴിഞ്ഞാൽ ബോളൊന്ന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ജഡേജയെ കൊണ്ടുവരാതെ കുറേ ലേറ്റ് ആയിട്ടാണ് ജഡേജ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്നത് ബോളിംഗ് സൈഡിൽ പ്രസീദ് കൃഷ്ണ, ശാർദുൽ താക്കൂർ എന്നിവരുടെ പെർഫോമൻസ്. ഓഫ് കോഴ്സ് അവർ വിക്കറ്റ് ഇട്ടു. പക്ഷേ ഒരു ടെസ്റ്റ് മാച്ച് എക്കോണമിയിലായിരുന്നില്ല രണ്ടുപേരുടെയും ബോളിംഗ് സൈഡ് വന്നിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയുമ്പോൾ ബോളിംഗ് സൈഡിൽ ഇത്രയും എക്സ്പെൻസീവ് ആയ താരങ്ങൾ എന്ന് പറയുന്നത് വളരെ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ഒരുപാട് റൺസാണ് രണ്ടുപേരും ലീക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി പ്രസീദ് കൃഷ്ണ ഒരു ODI മാച്ചിൽ എറിയുന്ന എക്കോണമിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ടീമിന് യാതൊരു ബെനിഫിറ്റും ഇല്ല. ടെസ്റ്റ് മാച്ച് എക്കോണമിയിൽ ബോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ബൂമറയ്ക്ക് നല്ലൊരു കമ്പാനിയനെ കിട്ടുന്നില്ല. സെക്കൻഡ് ഇന്നിംഗ്സിലാണ് താരത്തിന് വിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ പോയത്. എന്നിരുന്നാലും 3 എന്നൊരു എക്കോണമി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എക്കോണമിയാണ് ടെസ്റ്റിൽ. ആ ഒരു രീതിയിൽ ആൾക്ക് ബോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സിറാജ് ആണെങ്കിലും ഒരു 3 എന്ന രീതിയിൽ എക്കോണമിയിൽ ബോൾ ചെയ്തിട്ടുണ്ട്. 3 അല്ല 3ക്ക് മുകളിൽ പോയി. ആളുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.64 എന്നുള്ള എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു 5ന് മുകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. നോക്കിക്കഴിഞ്ഞാൽ ശാർദുൽ താക്കൂർ 5.10, അതോടൊപ്പം തന്നെ പ്രസിദ്ധ് കൃഷ്ണ 6.13. അതേ പറഞ്ഞ പ്രസിദ്ധ് കൃഷ്ണയൊക്കെ ഒരു ടെസ്റ്റ് മാച്ചിൽ നല്ലപോലെ എറിയുന്ന ആ ഒരു എക്കോണമിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ടീമിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് തകർച്ച ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ബെനിഫിറ്റുള്ള ഇന്നിങ്സ് ഒന്നും ആരുടെ ഭാഗത്ത് വന്നിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ KL രാഹുലും അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് എന്നിവരുടെ നല്ല ഇന്നിങ്സുകളാണ് വന്നിട്ടുണ്ടായത്. ബാക്കി ആരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇന്നിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഈ ഒരു മത്സരത്തിലെ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മത്സരത്തിൽ നല്ലപോലെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ആ ഒരു ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ വലിയ തിരിച്ചടി തന്നെയാണ് ടീമിന് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തിച്ചു. ബൈ ബൈ.